അപ്പോൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രകാശിക്കുന്ന സിറാജാണ്. ആ പ്രകാശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും ആ പ്രകാശങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കേൾക്കുന്ന ഒരു നാമമുണ്ട്. ഇവിടെ നമ്മുടെ സമയം പോലെയല്ല. മറ്റു രാഷ്ട്രത്തിൽ പോയാലുള്ള സമയം മഗ്രിബാണ്, മറ്റൊരു സ്ഥലത്ത് പോയാൽ അസ്റാണ്, വേറൊരു സ്ഥലത്ത് ളുഹ്റാണ്, വേറൊരു ഭാഗത്ത് സുബഹി നിസ്കരിക്കാൻ ആളുകൾ തക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഈ ഒരേ സമയത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിവിധ നിസ്കാരങ്ങളുടെ മുന്നോടിയായി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ വലിയ നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു പ്രകാശമായി ഉയർത്തിയിരിക്കുകയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചതുപോലെ, അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി അറിയാനും അനുഭവിക്കാനും ഉതകുന്ന ഒരു മാസമാണ് വരുന്നത്. ആ ഒരു മഹബ്ബത്തിലായി മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വഹാബത്ത് കാണിച്ചു തന്നൊരു മഹബ്ബത്തുണ്ട്. ആ മഹബ്ബത്ത് ആദരവും സ്നേഹവും ബഹുമാനവും എല്ലാം ചാലിച്ച മഹബ്ബത്താണ്. സ്വന്തം ശരീരത്തിന്റെ ആവശ്യങ്ങൾ മറന്ന മഹബ്ബത്താണ്, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മറന്ന മഹബ്ബത്താണ്, സ്വന്തം സമൂഹത്തിന്റെ ആവശ്യത്തെക്കാളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യത്തിനും സ്ഥാനത്തിനും ബഹുമാനത്തിനും അവർ സ്ഥാനം കൊടുത്തൊരു മഹബ്ബത്താണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളൊരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല അവന്റെ മനസ്സിലേക്ക്, അവന്റെ പ്രവർത്തനങ്ങളിലേക്ക്, അവന്റെ സ്വഭാവങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അഹബ്ബായി വരണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരണം. അവന്റെ മനസ്സിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഏറ്റവും സ്നേഹമുള്ള ഒരാളാണ് അവന്റെ സന്താനങ്ങൾ, അവന്റെ മാതാപിതാക്കൾ, മറ്റു അവന്റെ ഇഷ്ടജനങ്ങൾ. അവരെക്കാളും മുൻഗണന, അവരെക്കാളും വലിയ ബഹുമാനം, അവരെക്കാളും വലിയ സ്ഥാനം, അവരെക്കാളും വലിയ ബന്ധം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണം. നേരത്തെ ഉസ്താദ് അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു കാര്യം ഞാൻ പറയട്ടെ. റബീഉൽ അവ്വൽ 12ഉം വലിയ സന്തോഷത്തിന്റെ ബഹുമാനത്തിന്റെ ദിനങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, 1 മുതൽ 12 വരെ മദീനയിലുള്ള സ്വഹാബത്താണ് ആ സന്തോഷം നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ സന്തോഷം കൊണ്ട് മൗലിദ് ചെല്ലുകയാണ്, തങ്ങളെ മദ്ഹ് അങ്ങനെ വായിക്കുകയാണ്. ആ മദ്ഹ് വായിക്കുന്നത് ബഹുമാനത്തിന്റെ വലിയൊരു അടയാളമാണ്. നമ്മുടെ മുഹിമ്മാത്തിൽ, ആ വലിയ സ്ഥാപനത്തിൽ റബീഉൽ അവ്വൽ 12 ദിവസങ്ങളിൽ അസ്ർ നിസ്കാരാനന്തരം സാദാത്തുക്കളുടെ ഉലമാഇന്റെ മുതല്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സ് നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ ഒരു മഹബ്ബത്താണ് തങ്ങളുപ്പാപ്പ നമുക്ക് മാതൃകയാക്കി തന്നത്. അതേ 12-ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 12 ദിവസങ്ങളിലും മൗലിദ് നടക്കുന്നുണ്ട്. 12 ദിവസങ്ങളിലും ഈ സന്തോഷം രേഖപ്പെടുത്തിയത് മുത്തുനബിയെ കൊണ്ട് സന്തോഷിച്ച് പഠിപ്പിച്ചു തന്നത് സഹാബത്താണ്. തങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോഴേക്ക് 1 മുതൽ തുടങ്ങിയിട്ടുണ്ട് അവരെ സന്തോഷങ്ങള്. 1 മുതൽ തുടങ്ങിയിട്ടുണ്ട്. വീട് വൃത്തിയാക്കാനും അത് അലങ്കരിക്കാനും റൂം സെറ്റപ്പ് ആക്കാനും പായ കൊണ്ടുവരാനും കട്ടിൽ കൊണ്ടുവരാനും തുടങ്ങി വിവിധ രൂപഭാവങ്ങളിലുള്ള സന്തോഷങ്ങളാണ്. റബീഉൽ അവ്വൽ 8 ഇന്ന് വരും എന്നൊരു ചെറിയ വാർത്ത കിട്ടിയപ്പോ ആബാലവൃദ്ധം ജനങ്ങൾ മുഴുവൻ ആളുകളും, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്, എല്ലാവരും മദീനയുടെ വിവിധ കുന്നിൻ മുകളിലേക്ക് അവർ കയറി നിൽക്കുകയാണ്. അങ്ങകല ദൂരത്തുനിന്ന് യാത്രികരായി വരുന്ന ആളുകളെ കാണാൻ 8-ന്റെ സമയം കയറി നിന്നു. പക്ഷേ നട്ടുച്ച സമയത്ത് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിന്റെ ചൂടേറ്റുകൊണ്ട് സഹിക്കാൻ കഴിയാതെ അവർ ഇറങ്ങിപ്പോയി. 9-നും അങ്ങനെ വന്നു നിന്നു, 10-നും അങ്ങനെ വന്നു നിന്നു, 11-നും അങ്ങനെ വന്നു നിന്നു. 12-ന്റെ അന്ന് ഏകദേശം ഒരു ദുഹാ സമയത്തോടടുത്ത സമയം ഒരാൾ പറഞ്ഞു, അതാ ദൂരെ നിന്ന് വരുന്നുണ്ട്, 2 യാത്രക്കാര് വരുന്നുണ്ട്. അപ്പോഴേക്ക് കുന്നിൻമുകളിൽ നിന്ന് സന്തോഷം കൊണ്ട് അവർ താഴെ ഇറങ്ങി. എല്ലാവരും മദീനയുടെ അതിർത്തിയിലേക്ക് നടക്കുകയാണ്, വാഹനങ്ങളിൽ പോവുകയാണ്, ഓടിപ്പോവുകയാണ്.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് കിട്ടിയപ്പോൾ സന്തോഷം അവർ രേഖപ്പെടുത്തി. അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദു, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ദഫ് മുട്ടിയിട്ട് പറയുന്നു, നഹ്നു ജീവാറും മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദ മുഹമ്മദും മിൻ ജാരി. ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത് ത്വാല അൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. എന്തൊരു സന്തോഷമാണ് മദീനക്കാർക്കുള്ളത്. അവരെ സന്തോഷത്തിന് കയ്യും കണക്കുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുയുടെ വീട്ടിൽ കേന്ദ്രീകരിച്ചു എന്ന് കണ്ടപ്പോൾ അതുകൊണ്ട് മാത്രം സന്തോഷം നിന്നില്ല. പിന്നെ പ്രസന്റേഷനുകളുടെ ലോകമാണ്. ഒരാൾ കൊണ്ടുവരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ്, മറ്റൊരാൾ കൊണ്ടുവരുന്നു തങ്ങൾക്കുള്ള തലയിണ. ആ വീട്ടിൽ തലയിണയുണ്ട് എന്നാലും സ്പെഷ്യലാണ്. വേറൊരാൾ കൊണ്ടുവരുന്നു വിരിപ്പ്, മറ്റൊരാൾ പുതപ്പ്, വേറൊരാൾ കൊണ്ടുവരുന്നു തങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ മരത്തിന്റെ കസേര തുടങ്ങി വിവിധ പ്രസന്റേഷനുകൾ വീട്ടിലെത്തിയപ്പോൾ അവസാനം ആ വീട്ടിലേക്ക് പുതുമയാർന്ന ഒരു പ്രസന്റേഷനുമായി കടന്നു വന്ന മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അന്വേഷിച്ചു, ഏതെങ്കിലും പ്രസന്റേഷൻ പാരിതോഷികങ്ങൾ ഇവിടെ കൊണ്ടുവരാത്തതുണ്ടോ? എനിക്ക് വിവരം കിട്ടി, അവനവൻ ഉപയോഗിക്കേണ്ടതിലപ്പുറമുള്ള പ്രസന്റേഷനുകൾ എത്തിയിട്ടുണ്ട്, ഭക്ഷ്യവസ്തുക്കളടക്കം എത്തിയിട്ടുണ്ട്. അവസാനം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു പ്രസന്റേഷനായി തോന്നിയത് എന്റെ പുന്നാര മകൻ അനസിനെ തരലാണ്. എന്റെ അനസാണ് മോനെ, അനസാണ് നബിയെ. ഇത് 10 വയസ്സ് പ്രായമുള്ള അനസിനെ തങ്ങൾക്ക് ഞാൻ ഇതാ ഹദിയയാക്കി തരുന്നു. ഈ കുട്ടിയെ തങ്ങൾക്ക് ഖിദ്മത്തിന് ഉപയോഗിക്കാം. പ്രസന്റേഷനായി കൊടുക്കുന്നത് സ്വന്തം മക്കളെ നബി തങ്ങൾക്ക് പ്രസന്റേഷനായി ഹദിയയായി പാരിതോഷികമായി കൊടുക്കുകയാണ്. സന്തോഷം അവിടം കൊണ്ട് നിൽക്കുന്നില്ല. പിന്നെയുള്ള ഓരോ നാളുകളും സന്തോഷത്തിന്റെ നാളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ഘട്ടങ്ങൾ, പിന്നെ അവിടെ താമസിച്ച 10 വർഷങ്ങളും മദീനക്കാർക്ക് നന്മ നിറഞ്ഞ സന്തോഷത്തിന്റെ വിവിധ രംഗങ്ങളാണ്. തങ്ങളൊന്ന് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവരെ സന്തോഷം ചെറുതല്ല. അതേ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാലുള്ള സന്തോഷം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ കുട്ടികളെ റെഡിയാക്കുകയാണ് ദഫ്മുട്ടാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദഫ്മുട്ട് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. തങ്ങൾ കല്യാണത്തിന് വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന് മറ്റൊരു സന്തോഷം വേറെയില്ല. എല്ലാ ദിവസവും അവിടുത്തെ മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടൊരു സന്തോഷം സ്വഹാബത്തിന്റെ വലിയ സന്തോഷമാണ്. അവര് പൊട്ടിക്കരഞ്ഞ രംഗമാണ്. തങ്ങൾ ജമാഅത്തിന് പങ്കെടുക്കാത്തൊരു 13 ജമാഅത്ത് സ്വഹാബത്തിന് വലിയ സങ്കടമാണ്. എന്നാലും ജമാഅത്ത് നടക്കുമ്പോ വിരിയൊന്ന് നീക്കിയിട്ട് തങ്ങൾ വരാനൊരുങ്ങുമ്പോഴേക്ക് നിസ്കരിക്കുന്ന സ്വഹാബത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരാവേശമാണ്. അവിടുത്തെ സുഗന്ധം ഇങ്ങോട്ട് അടിച്ച് വീശുന്നുണ്ട്. പ്രകാശകിരണങ്ങൾ ഇങ്ങോട്ട് ഉദയം ചെയ്തു നോക്കുന്നുണ്ട്. തങ്ങളെങ്ങാനും വന്നാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തങ്ങളെ കൊണ്ട് ആത്മീയമായി സന്തോഷിക്കേണ്ട വലിയൊരു മേഖല മഹബ്ബത്തിന്റെ ഭാഗമായി അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതെന്താണ്? കസ്റത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യഥാർത്ഥ മുഹിബ്ബാണോ അവന് 10 ലക്ഷണങ്ങളുണ്ട്. യഥാർത്ഥ മഹബ്ബത്ത് നമ്മുടെ ഖൽബിലുണ്ടോ 10 അടയാളങ്ങളുണ്ട്. ആ 10ാമത്തെ അടയാളം പറഞ്ഞാൽ നമ്മളൊക്കെ തീർത്തും പറയും, ഉസ്താദേ നമ്മളെ ഖൽബിലേക്ക് എത്തിയിട്ടില്ല. നമ്മളെ ഖൽബിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹബ്ബായി മുഹിബ്ബായി എത്തിയിട്ടില്ല. അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. ഏറ്റവും അവസാനത്തെ 10ാമത്തെ അടയാളം പറഞ്ഞത് ഫഖറിനെ ഇഷ്ടപ്പെടലാണ്.
അറിയുമോ സഹോദരങ്ങളെ, ദുനിയാവിൽ സുഹൃദ് ത്യാഗം ചെയ്തിട്ട് ദാരിദ്ര്യത്തെ സ്നേഹിക്കുക, അവനവൻ അള്ളാഹു നൽകിയത് ആശ്രിതർക്കും ആവശ്യക്കാർക്കും വിട്ടുകൊടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട വാങ്ങിയതുപോലെ സ്വന്തത്തിന്റെ മേൽവിലാസത്തിൽ ഒരു ദൃഹവും വെക്കാതെ ഒരു ദീനാറും വെക്കാതെ വിട വാങ്ങുക. ആ രൂപത്തിലുള്ള മഹബ്ബത്തിന്റെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ അടയാളമാണ് അവിടുത്തെ കസ്റത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രശംസകൾ വർദ്ധിപ്പിക്കുക, അവിടുത്തെ അനുസ്മരണങ്ങൾ വർദ്ധിപ്പിക്കുക, തങ്ങളെ പറയുന്നത് ധാരാളം വർദ്ധിപ്പിക്കുക, കയ്യും കണക്കുമില്ലാതെ. എന്നും ചൊല്ലിയ മഹാന്മാരില്ലേ, എന്നും മഹബ്ബത്ത് ചൊല്ലിയവരില്ലേ. ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ വിരിപ്പിലേക്ക് രാത്രി കടക്കാനെത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാതെ ഒരൊറ്റ ദിവസവും വിരിപ്പിലേക്ക് കടന്നു ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും അതവർക്ക് മറക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സന്തോഷം പറയുന്ന, അവിടുത്തെ സ്ഥാന ബഹുമാനങ്ങൾ ഉയർത്തുന്ന സ്വഭാവമാണ് സ്വഹാബത്തിനുള്ളത്. നേരത്തെ ഞാൻ ഓതിയ ഹദീസിലെ ലാ യുഅ്മിനു അഹദുക്കും, ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഈമാന് പൂർണ്ണമാകണമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഉയർത്തി കാണിക്കാതെ ഒരാളുടെയും ഈമാന് പൂർണ്ണമാകൂല. അന്ന ഹഖീഖത്തുൽ ഈമാനി ലാ യതിമു ഇല്ലാ ബിദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹത്വം, തങ്ങളോടുള്ള വിധേയത്വം അത് പൂർണ്ണമാകാതെ, അത് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാതെ ഈമാനിന്റെ യാഥാർത്ഥ്യം കിട്ടൂല. വലാ യസിഹുൽ ഈമാനു ഇല്ലാ ബിതഹഖീഖി ഇലാഇ ഖദ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാനങ്ങൾ അത് ലോകത്ത് ഉയർത്തി കാണിക്കാതെ ഈമാൻ സ്വഹീഹാകൂല. വമൻസിലതിഹി, അവിടുത്തെ സ്ഥാന ബഹുമാനങ്ങൾ ഉയർത്തി കാണിക്കണം. അലാ ഖദ്രി കുല്ലി വാലിദിൻ വവലദിൻ വമുഹ്സിനിൻ വമുഫദ്ദിലിൻ. എല്ലാ ഔദാര്യം ചെയ്യുന്നവരെക്കാൾ, ആശ്രിതരെക്കാൾ, കൂടപ്പിറപ്പുകളെക്കാൾ ഏറ്റവും കൂടുതൽ സ്ഥാനം കൽപ്പിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അവിടുത്തെ സ്ഥാനം ഉയർത്തി കാണിക്കാതെ, മഹബ്ബത്ത് വെക്കാതെ ഈമാൻ പൂർണ്ണമാകൂല, ഈമാൻ സ്വഹീഹാകൂല. നമുക്ക് ഏറെ പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്, ഏറെ സ്നേഹിക്കാനുള്ളതും അവിടുത്തെ തന്നെയാണ്. അവിടുത്തെ മഹബ്ബത്തിലായിട്ട് ജീവിക്കണം. സ്വഹാബത്ത് സ്വന്തം ശരീരത്തെ മറന്നൊരു മഹബ്ബത്താണ് സ്വീകരിച്ചത്. സ്വന്തം ശരീരത്തെ മറന്ന മഹബ്ബത്താണല്ലോ കാമിലായ മഹബ്ബത്ത്. സ്വന്തം കുടുംബത്തെ മറന്ന മഹബ്ബത്താണല്ലോ കാമിലായ മഹബ്ബത്ത്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വൈകല്യങ്ങളിലും ഭൗതികതയുടെ താല്പര്യങ്ങളിലും അതിന്റെ അതിപ്രസരണത്തിലും കുടുങ്ങിയിട്ട് നമ്മുടെ മഹബ്ബത്തിന്റെ പല വഴികളും ചത്തുപോയി കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ധാരകളിൽ വിവിധ ഭാഗങ്ങളിൽ വീക്ക്നെസ്സുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്നവരാണോ? എന്നാ സ്വന്തം ശരീരത്തെക്കാൾ അവിടുത്തെ താല്പര്യപ്പെടണം, സ്വന്തം കുടുംബത്തെക്കാൾ അവിടുത്തെ താല്പര്യപ്പെടണം, സ്വന്തം ആവശ്യത്തെക്കാൾ തങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന, വലുതായിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, മറ്റൊരു ഭാഗത്ത് ചെറിയ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും പാടെ തായോട്ട് അമർന്നു പോകും. ശരിയാ മണ്ണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്ക് ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ ഉഗ്രവാദിയാകാനോ സാധിക്കൂല. അയാളെ മനസ്സിൽ വരുന്നത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമീപനങ്ങളാണ്. അതുകൊണ്ടാണ് തങ്ങളെ നന്നായി സ്നേഹിച്ച സ്വഹാബത്തിനെ പറ്റി ഖുർആൻ പഠിപ്പിച്ചൊരു വാക്ക് റുഹമാഉ ബൈനഹും. അവര് കാരുണ്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, അനുഗ്രഹം ചെയ്യുന്നവരാണ്, പരസ്പര ബഹുമാനമുള്ളവരാണ്. സ്വന്തം ശരീരത്തെ മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുക. സ്വന്തം ശരീരത്തിന്റെ ഇച്ഛയേക്കാൾ തങ്ങളുടെ താല്പര്യം മുന്നോട്ട് വെക്കുക. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മഹബ്ബത്ത് വെച്ചതുപോലെ സ്വന്തം ഉമ്മയല്ലേ സഅദ് അവറുകളോട് പറഞ്ഞത്, സഅദേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ ഞാനങ്ങ് നിരാഹാരം കഴിച്ച് ഞാനങ്ങ് മരിക്കും, നിരാഹാരത്തിലിരുന്ന് ഞാനങ്ങ്
ഞാനങ്ങ് മരിച്ചു പോകും, ഞാനൊന്നും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, ഉമ്മ നിങ്ങൾ വല്ലതും കഴിക്കണം, ശരീരം ക്ഷീണിച്ചു പോകും. നിങ്ങൾ വല്ലതും കുടിക്കണം, ശരീരം ക്ഷയിച്ചു പോകും. ഇല്ല മോനെ, ഞാൻ ഒരിക്കലും നീ രാജിയാകാതെ, നീ വിട്ടുപിരിയാതെ ഞാൻ വെള്ളം കുടിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സമ്മർദ്ദത്തിലായി. ഉമ്മ വഴങ്ങുന്നില്ല. അവസാനം സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാക്കാണോ വിധേയപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ വിധേയപ്പെട്ടത്? സ്വന്തം മാതാവിനെ കഴിക്കാൻ പറ്റുമോ? മാതാവിന്റെ വാക്കുകൾ തിരസ്കരിക്കാൻ പറ്റുമോ? വിശ്വാസത്തിന്റെ മഹബത്തിന്റെ ഭാഗമായി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാ അവസാനം നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് 100 ആത്മാവുകളെ തന്നു എന്നിരിക്കുക. ഓരോ ദിവസവും ഓരോ ആത്മാവങ്ങ് നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്ന് കൂട്ടിക്കോളൂ. എന്നാലും ഈ സത്യമതത്തിൽ നിന്ന്, ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന് ഒരളവ് പോലും പിറകോട്ട് ഞാൻ പിന്തിരിയുകയില്ല. നിങ്ങൾക്കതങ്ങ് കേട്ടാ പോരെ? അള്ളാഹു നിങ്ങൾക്ക് 100 ശരീരം തന്ന് 100 ആത്മാവുകൾ മാറി മാറി തന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓരോ ആത്മാവ് വേർപിരിഞ്ഞാലും ഓരോന്നും വേർപിരിയുമ്പോഴും എനിക്ക് മാറ്റണ്ടോ? ഇല്ല. 100 എണ്ണം പിരിഞ്ഞാലും മാറ്റമില്ല എന്നങ്ങ് അടിയുറച്ച വിശ്വാസം രേഖപ്പെടുത്തിയപ്പോൾ ഉമ്മ വഴങ്ങിക്കൊടുത്തു. ഉമ്മ ഭക്ഷണം കഴിച്ചു, ഉമ്മ വെള്ളം കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഇത്രമാത്രം രൂഢമൂലമായിട്ടുണ്ട് എന്ന് ഉമ്മ മനസ്സിലാക്കി. ഉമ്മ വെള്ളം കുടിച്ചപ്പോൾ സന്തോഷമായി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്, മഹബ്ബത്താണ് വിജയിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിജയിച്ചത് അവിടെയല്ലേ? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ പ്രഭാഷണം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള സദസ്സിൽ വെച്ച് തന്നെ ശത്രുക്കൾ മുന്നിലേക്ക് വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിച്ചു. പലരും പല ഭാഗങ്ങളിലും അടിച്ചു. മഹാനവറുകളുടെ മൂക്കിൽ നിന്ന് രക്തം വന്നു. ബോധരഹിതനായ സിദ്ദീഖ് തങ്ങൾ അവിടെ വീണുപോയി. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എടുത്തുയർത്തി കൊണ്ടുപോയി. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു അടിച്ചവരോട്, ഈ വിഷയത്തിൽ എങ്ങാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ കുടുംബം എന്ന നിലക്ക് നിങ്ങളോട് പ്രതികാരം ചോദിക്കും. അടിച്ചവർക്കും പിന്നീട് പേടിയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സായാഹ്നത്തിൽ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ വെള്ളം കൊടുക്കാൻ പാത്രവുമായി കാത്തിരിക്കുന്ന ഉമ്മയോട് ബോധം തെളിഞ്ഞ ഉടനെ തന്നെ ചോദിക്കുന്നത്, മാതാ ഫുഇല ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ എന്ത് ചെയ്തു? എന്റെ തൊട്ടടുത്തിരിക്കുന്നല്ലോ, ഞാൻ പ്രഭാഷണം നടത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യം മറന്നിട്ടുള്ളൊരു മഹബ്ബത്താണ്, ചോദ്യമാണ്. എനിക്കെന്ത് സംഭവിച്ചു എന്നും എന്നെ ആരാണ് അടിച്ചു എന്നൊരു ചോദ്യവുമല്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തു പറ്റി? മോനെ വെള്ളം കുടിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. എന്നാലും പറയണം ഉമ്മ എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഉമ്മു ജമീൽ ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നത്. ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ്. ഉമ്മു ജമീലിനോട് ചോദിച്ചു, എന്താണ് തങ്ങളെ വിശേഷം? ആ സമയത്ത് ഉമ്മു ജമീൽ പറയുന്നു, ഉമ്മയാണല്ലോ, സ്വന്തം ഉമ്മയാണല്ലോ ഈ പറയുന്നത്. ഉമ്മാന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. ഉമ്മയുടെ വാക്ക് വെള്ളം കുടിക്കാനാണ്. എനിക്കതല്ല അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉമ്മു ജമീൽ ബീവി പറഞ്ഞു, സാലിമുൻ സാലിഹുൻ, തങ്ങൾ സുരക്ഷിതരാണ്, അവിടത്തേക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിജ്ഞ, ഫഇന്ന ലില്ലാഹി അലയ്യ അല്ലാ അദൂഖ തുആമാ വലാ അശ്റബ ശറാബാ ഔ ആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ എത്തുന്നത് വരെ, തങ്ങളെ ഒന്ന് കാണുന്നത് വരെ എനിക്ക് വെള്ളം കുടിക്കണ്ട, ഭക്ഷണം കഴിക്കണ്ട. എടുത്തുയർത്തി കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നോക്ക് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സായുജ്യം, വല്ലാത്തൊരു സന്തോഷം ലഭിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തലോടി, സാരമില്ലെന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇതെന്റെ ഉമ്മയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉമ്മാക്ക് അല്ലാഹു ഈമാനും ഇസ്ലാമും കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉമ്മാക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തങ്ങളിൽ നിന്ന് വാക്ക് സ്വീകരിച്ചപ്പോൾ ഉടനെ തന്നെ ഉമ്മ
അള്ളാഹുവിന്റെ വഴിയിലേക്ക് വന്നു, വിശുദ്ധ ദീന് സ്വീകരിച്ചു. സിദ്ദീഖ് തങ്ങൾക്ക് സന്തോഷം ഇരട്ടിയാണ്. ആ ഒരു സമയത്തുള്ള നിലപാട് കൊണ്ട് കിട്ടുന്നത് വലിയൊരു സന്തോഷമാണ്. അവിടെ വിജയിക്കുന്നത് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്താണ്. ഹിജ്റ പോകുന്ന ഘട്ടത്തിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹബ്ബത്താണ് കാണുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലും പിന്നിലും വലത്തും ഇടത്തും മാറി മാറി നടക്കുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പിന്നിലാകുമ്പോൾ എനിക്ക് പേടിയാകുന്നു. മുന്നിലൂടെ ആരെങ്കിലും വരുമോ? വന്നാലോ തങ്ങളെ ശരീരത്തിലേക്ക് ആദ്യം പരിക്ക് പറ്റരുത്. എനിക്ക് പറ്റിയിട്ടാകണം തങ്ങൾക്ക് പറ്റേണ്ടത്. ഞാൻ കൂടെയുണ്ടാകുമ്പോ, ഞാൻ പിന്നിലാകുമ്പോ മുന്നിൽ നിന്ന് ശത്രു വന്നാലോ, മുന്നിലാകുമ്പോ പിന്നിൽ നിന്ന് വന്നാലോ എന്റെ ശരീരത്തിലേക്ക് പരിക്ക് പറ്റുന്ന എനിക്ക് പ്രശ്നമില്ല. അതേ സമയത്ത് തങ്ങളെ ശരീരത്തിലേക്ക് പരിക്കേൽക്കുന്നത് എനിക്ക് സങ്കടമാണ്. അത് സഹിക്കാൻ കഴിയില്ല. അവസാനം അത് ഗാർ സൗറിലേക്ക് എത്തിയപ്പോൾ സൗറിന്റെ മുഖത്ത് വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ അവിടെ നിൽക്കണം, ഞാൻ അങ്ങോട്ട് കിടക്കട്ടെ. ഞാൻ ഉള്ളിൽ പോയിട്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായി റെഡിയാക്കിയ ശേഷം തങ്ങളെ വിളിക്കാം. ഉള്ളിലേക്ക് ആദ്യം പ്രവേശിക്കാനുള്ള ധൈര്യം മഹബ്ബത്തിന്റെ ധൈര്യമാണ്. അവിടെ തേളുണ്ടെങ്കിലോ എന്നെ കടിച്ചോട്ടെ, എന്നാലും ഹബീബിനെ കടിക്കരുത്. അവിടെ പാമ്പുണ്ടെങ്കിൽ എന്നെ കടിച്ചോട്ടെ, എന്നെ കുത്തിക്കോട്ടെ, എന്നാലും തങ്ങളിലേക്കാകരുത്. വിഷജീവികളാണെങ്കിലും അതിന്റെ ശരീരത്തിലേറ്റോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ സഹിക്കാൻ പറ്റൂല. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഗുഹയുടെ ഉൾഭാഗങ്ങൾ മുഴുവനും പല ഭാഗത്തും കാണുന്ന മാളങ്ങളൊക്കെ അടച്ചു. തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയിട്ട് അത് മുഴുവനും അടച്ചു. ഇനി ധരിക്കാനുള്ള ഭാഗങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി കീറിയാൽ പല ഭാഗങ്ങളും വെളിവായി പോകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമകരമാകും. അപ്പൊ ഒരു ഭാഗം മടക്കാൻ വിട്ടുപോയി. അവിടെ കാലൊന്നമർത്തി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തേക്ക് ക്ഷണിച്ചു. തങ്ങൾ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടിയിൽ തലവെച്ചുറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ ഉറങ്ങുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് അമർത്തി വെച്ച ആ മാളത്തിന്റെ ഉള്ളിൽ നിന്ന് സിദ്ദീഖ് തങ്ങളെ കാലിൽ ഒരു സർപ്പം വന്ന് കൊത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലെടുത്തപ്പോൾ കാലിന്റെ ഭാഗങ്ങളിലൂടെ വിഷാംശങ്ങൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കരയുന്ന കണ്ണീർ കണങ്ങൾ തിരുമുഖത്തെ കുറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. എന്തേന്ന് ചോദിച്ചു. ഈ മാളത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തോന്ന് കടിച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് തങ്ങളത് പുരട്ടിയിട്ട് ഭേദമാക്കി കൊടുത്തു. കാലിന് നല്ല സന്തോഷമായി. അപ്പോഴാണ് ഈ പരിശുദ്ധമായ കാലിൽ കൊത്താനുള്ള കാരണം അതൊരു വേറെ മഹബ്ബത്താണെന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ, മാളത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതുവഴിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് എന്നൊരു വിവരം കിട്ടിയപ്പോൾ, എന്നൊരു വാസന മണത്തറിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ ഉള്ളിൽ വിശ്രമിക്കുകയാണ്. തങ്ങളെ ഒരു നോക്ക് കാണാൻ. ഫലിമഹജബ്തനീ, നിങ്ങൾ എന്തിനാണ് എനിക്ക് മറസിട്ടിച്ചത്? മറസിട്ടിച്ചപ്പോഴാണ് ഞാൻ നിങ്ങളെ കാലിൽ കൊത്തിയത്. ഇത് കൊത്താൻ പാടില്ലാത്ത കാലാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മഹബ്ബത്തിന്റെ ഉയർച്ച, തങ്ങളെ ഒരു നോക്ക് കാണുക എന്നതിന് അവിടുത്തെ കാല് തടസ്സമായപ്പോൾ ഞാനൊന്ന് കൊത്തിയതാണ്. തങ്ങള് വിഷമമൊന്നും കരുതരുത്. ആ പാമ്പ് അവിടെ നിന്ന് സംസാരിച്ചു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹത്തോടെ നോക്കിക്കാണുകയാണ് ആ സർപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രചരണം ആ സർപ്പത്തിലേക്കും അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളിലേക്കും അചേതന വസ്തുക്കളിലേക്കും തങ്ങളെ പറ്റിയിട്ട് അല്ലാഹു തആല അറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. കൂട്ടത്തിലൊരു മെമ്പറാണ് ആ സർപ്പവും. ഇരിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം സ്വന്തം ശരീരത്തെ മറന്നുള്ള സ്നേഹമാണ്. ഗാർ സൗറിൽ നിന്ന് എഴുന്നേറ്റ് യാത്ര തുടരുകയാണ്. ആ യാത്രക്കിടവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ഒരു ക്ഷീണം വന്നു എന്ന് സിദ്ദീഖ് തങ്ങൾക്ക് തോന്നിയപ്പോൾ, തങ്ങൾക്ക് നടക്കാൻ പ്രയാസമുണ്ടെന്ന് തോന്നിയപ്പോൾ ചോദിച്ചിട്ടൊന്നുമില്ല, തങ്ങളെ എടുത്ത് തോളിലേക്ക് ഇടുകയാണ്. സിദ്ദീഖ് തങ്ങളെക്കാളും 2 വയസ്സ് കൂടുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്നാലും അത് പ്രശ്നമല്ല. ഇമാം
ഇമാം ഹാഫിദ് ബിൻ അസാക്കിർ തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ, ഖതീബുൽ ബഗ്ദാദി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോളിലിട്ട് ഒരു പാറയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവിടെ നന്നായി ഒരു വിരി വിരിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ നബി തങ്ങൾ അവിടെ കിടത്തുകയാണ്. തോളിലേറ്റി കൊണ്ടുപോയ ഈ ഒരു സന്ദർഭം, ഈ ഒരു മഹബത്തിന്റെ വല്ലാത്ത വിശാലത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ സ്വന്തമായ ഒരു സ്ഥാനമാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ മറ്റാരെയും പറയാത്ത രൂപത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് സാനിയ സ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. ഗുഹയിൽ താമസിച്ചപ്പോഴുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ, അതിലൊരു മെമ്പറാകാൻ ലോകത്ത് അല്ലാഹു തആല കഴിവ് കൊടുത്തത് ആദരണീയരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. സിദ്ദീഖ് തങ്ങളെ നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. നിങ്ങളെ ചേർത്തിയിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കരുത് സിദ്ദീഖേ, ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ പ്രത്യേക സഹായം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നമുക്ക് രണ്ടാൾക്കുമുള്ള സഹായമല്ല പുറത്തുള്ളവർക്ക്, നമുക്കുള്ള പ്രൊട്ടക്ഷൻ അല്ല പുറത്തുള്ളവർക്ക്. സുറാഖത്ത് ബിൻ മാലിക് വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ടില്ല. പേടിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബിയെ സുറാഖത പിന്നെയും 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 വരുന്നു. സുറാഖ വരുന്ന ഭാഗത്തേക്ക് മറഞ്ഞു നിൽക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവസാനം മൂന്നാമത്തെ തവണ സുറാഖത്ത് ബിൻ മാലിക്കിന് ബോധ്യമായി ഇനി പിടുത്തം കൊടുക്കാൻ കഴിയില്ല, എന്റെ ജീവിതം തകർന്നു പോകും. അപ്പോഴാണ് അഫ്വൻ അഫ്വൻ വമഹ്വൻ, പൊറുക്കണം മാപ്പാക്കണം. അവിടുന്ന് 100 ഇനാം ഒട്ടകം പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ സന്തോഷം കൊണ്ട് വന്നതാണ്, എനിക്ക് മാപ്പാക്കി തരണം. എന്നാൽ സുറാഖത്തെ നീ ഒരു കാര്യം ഏറ്റെടുക്കണം. എന്താ ഞാൻ ഏറ്റെടുക്കേണ്ടത്? എന്തും ചെയ്യാം. ഇങ്ങോട്ട് വരുന്ന ആളുകളെ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം. നിങ്ങൾ അങ്ങോട്ട് തന്നെ അവരെ കൊണ്ടുപോകണം. ഞങ്ങളെ യാത്രയിൽ ഇന്ന് ശല്യവും ഉണ്ടാകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, എവിടുന്നെങ്കിലും ഒരു പാത്രം പാല് കുടിക്കാൻ കിട്ടുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ തങ്ങളൊന്ന് വിശ്രമിക്കണം. അവിടെ ചെറിയൊരു കുടില് കാണുന്നുണ്ട്, ഞാൻ ആ കുടിലിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കട്ടെ. ആ കുടിലിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഉമ്മയുണ്ട്, അതല്ല ഒരു ഉമ്മാമയുണ്ട്. ഉമ്മാമയോട് ചോദിച്ചു, പാൽ ചുരത്തുന്ന വല്ല മൃഗങ്ങളും ഇവിടെയുണ്ടോ? ഇവിടെയുള്ള മൃഗങ്ങളെ മുഴുവനും ഭർത്താവ് മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതാ കൂട്ടിൽ കാണുന്നുണ്ടല്ലോ ഒരാട്, അത് ക്ഷീണമായി കിടക്കുകയാണ്. ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, എപ്പോഴാണ് പോക്കറിയാതെ കിടക്കുകയാണ്. നടക്കാനതിന് ആവതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പോയി ചോദിച്ചു, നബിയേ അവിടെ ഒരു മൃഗമുണ്ട്, അവിടെ ഒരു ആട് കിടക്കുന്നുണ്ട്, കൂട്ടിലൊരു ആട് കിടക്കുന്നുണ്ട്, തങ്ങൾ വരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ഉമ്മയോട്, ആടിനെ കറന്നോട്ടെ, അതിനെന്ത് കറക്കാനാണ്? പാല് ചുരത്തുമെങ്കിൽ നിങ്ങൾ കറന്നോളൂ. ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. തങ്ങൾ ആ ആടിന്റെ പുറത്തേക്കൊന്നിങ്ങനെ തൊട്ടൊന്നുരുമ്മിയപ്പോഴേക്ക് ആട് സടകുടഞ്ഞ് എഴുന്നേറ്റുപോയി. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ കണ്ട് അതിശയിക്കുകയാണ്. എന്തൊരു സൗന്ദര്യമുള്ള, എന്തൊരു മനോഹാരിതയുള്ള കരസ്പർശമാണ്. കം അബ്റഅത് വാസിബൻ ബില്ലം സിറാഹതുഹു വഅത്ലഖത് അരിബൻ മിൻ റിബ്ഖതിൽ ലമമി. അവിടുത്തെ കരസ്പർശം കൊണ്ട് എന്തൊരു ബഹുമാനമാണ്. അത് സഹോദരങ്ങളെ നുബുവത്തിന് ശേഷമുള്ള ബഹുമാനമല്ല. അങ്ങനെ ധരിക്കരുത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെയുള്ള ബഹുമാനമാണ്. വായിക്കൂ ചരിത്രത്തിന്റെ താളുകൾ. സീറത്തുൻ നബവിയിൽ കാണാം, ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുനാളിൽ ഏതെങ്കിലും ആളുകൾക്ക് സുഖമായാൽ, പല്ലിന് വേദനയായാൽ, വയറിന് വേദനയായാൽ, തലക്ക് വേദനയായാൽ, രോഗബാധിതർ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരും. തങ്ങളെ കൈയൊന്നെടുത്ത് തലയിൽ വെക്കുന്നു, കണ്ണിൽ വെക്കുന്നു, അതുപോലെ തന്നെ ഭാഗങ്ങളിൽ വെക്കുന്നു. ഉടനെ ശിഫ ലഭിക്കുന്നു.
പോരാ, ഒട്ടകങ്ങൾക്ക് അസുഖമായാൽ, ആടിന് വല്ല അസുഖവുമായാൽ കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് തങ്ങളുടെ കൈ ഒന്ന് തൊടിക്കുമ്പോഴേക്ക് ആ രോഗം മാറിപ്പോകുന്നു. നേരത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമതിയാണ്. അകട്ടിലേക്ക് നോക്കുമ്പോൾ ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ കാണുന്നത് വല്ലാത്ത കാഴ്ചയാണ്. അകിട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഒരു പാത്രത്തിലെ വെള്ളം കൊണ്ട് അകിട് നന്നായി കഴുകി ഹബീബായ തങ്ങൾ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് പാൽ കറക്കുകയാണ്. വിധേയത്വത്തിന്റെ, വിനയത്തിന്റെ വലിയ അടയാളമാണ് അവിടെ കാണിക്കുന്നത്. പാൽ കറക്കുന്നത് വിനയത്തിന്റെ അടയാളമാണ്. ആരോടെങ്കിലും പറഞ്ഞാൽ കറക്കാൻ ആളെ കിട്ടും. സിദ്ദീഖ് തങ്ങളെ ഏൽപ്പിക്കാതെ തങ്ങൾ തന്നെയാണ് കറന്നെടുക്കുന്നത്. ഒരു പാത്രം നിറഞ്ഞപ്പോൾ തങ്ങൾ ആദ്യമായി കുടിക്കുകയല്ല, പറയുന്നു സിദ്ദീഖ് വീട്ടുകാർക്ക് കൊടുക്കൂ, അവർ കുടിക്കട്ടെ. രണ്ടാമത്തെ ഒരു പാത്രം കൊണ്ടുവരൂ. രണ്ടാമത്തെ പാത്രത്തിലേക്കും തങ്ങൾ കറന്നെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു തുള്ളി പാല് പോലും ഇല്ലാത്ത ആ ആടിന്റെ അധരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പാല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് വന്നപ്പോൾ ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ അതിശയത്തോടെ നോക്കുകയാണ്. പാല് കുടിച്ച് പാത്രം അവിടെ കൊടുത്ത് രണ്ടുപേരും യാത്ര തുടർന്നു. പോകുന്ന വഴിത്താരയിലേക്ക് നോക്കി നിന്ന് ആ വലിയ മഹദി തിരിച്ചു വന്നപ്പോൾ ഭർത്താവ് ചോദിക്കുന്നു, ആരാണ് ഇവിടെ ആടിനെ കൊണ്ടുവന്ന് കിട്ടിയത്? ഇവിടെ ഒരു പുതിയ ആടിനെ കാണുന്നുണ്ടല്ലോ. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുതിയ ആടല്ല, രണ്ട് യാത്രക്കാർ ഇതിലെ വന്നിരുന്നു. അതിലൊരു യാത്രക്കാരനെ കണ്ടിട്ട് വല്ലാത്തൊരു ബഹുമാനം തോന്നുന്നുണ്ട്. ആ യാത്രക്കാരന്റെ കണ്ണിലേക്ക് ഞാനൊന്ന് നോക്കി. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ ഒരഴകിന്റെ ചുവപ്പുണ്ട്. അഴകിന്റെ ചുവപ്പ് ഞാനതെങ്ങനെ വർണ്ണിച്ചു തരാനാണ്? ഒരു കണ്ണകിന്റെ ഒരു ചുവപ്പുണ്ട്. നമ്മുടെ കണ്ണുകളിലൊന്നും അതില്ല. നമ്മളെ കണ്ണുകൾക്ക് എന്ത് ഭംഗിയാണ്! തങ്ങളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഫഫീ ഐനൈഹി ഹുംറ, ആ കണ്ണിൽ ഒരു വല്ലാത്ത മാസ്മരികതയുടെ ചുവപ്പുണ്ട്. ആ ശരീരത്തിന് വല്ലാത്ത ബഹുമാനമുണ്ട്. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ ആടിന് വന്ന അഭിവൃദ്ധി മുഴുവനും സമൃദ്ധിയും ബോധ്യപ്പെടുത്തിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, എങ്കിൽ പൂർവവേദങ്ങളിൽ അവസാനത്തെ നബിയുടെ പലായനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആ അവസാനത്തെ നബിയായിരിക്കും ഇതുവഴി കടന്നുപോയിട്ടുണ്ടാവുക ത്വയ്ബയിലേക്ക്, മദീനയിലേക്ക്. സംശയിക്കേണ്ടതില്ല. അല്ലാഹു നൽകിയ ബഹുമാനം ബാക്കിയാകുന്നത് ഒരാടിന് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആയുഷ്കാലം പറയും 7 കൊല്ലം കഴിഞ്ഞു, ഏറിപ്പോയാൽ ഇതിനൊന്നും കാത്തിരിക്കൂല. അങ്ങനെ കാണുന്നെങ്കിൽ തള്ളാടായിട്ട് അതിനെ ബഹുമാനിക്കുന്നുണ്ടാവും. ഏറിപ്പോയാൽ 2 വയസ്സ് 3 വയസ്സാകുമ്പോഴേക്ക് കശാപ്പ് ചെയ്യും. അതും അധികം കാത്തിരിക്കൂല. ചിലപ്പോ 1 2 പ്രസവം കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി വിൽക്കും. എന്നാൽ അവിടുത്തെ കരസ്പർശം സ്പർശിച്ച ഉമ്മു മഅബദ് ബീവിയുടെ ആട് എത്ര വർഷമാണ് അവർക്ക് അനുഗ്രഹമായി വർഷിച്ചത്? ചരിത്രത്താളുകളിൽ പറയുന്നു. ഇബ്നു ഹിശാം രേഖപ്പെടുത്തിയത് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ആ ആട് മരണപ്പെടുന്നത്. 10-20 വർഷക്കാലമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് ആടവർക്ക് വലിയ ബഹുമാനവും ജീവിതോപാധിയും നൽകുന്നത്. തങ്ങളെ കൊണ്ട് അല്ലാഹു നൽകിയ റഹ്മത്ത് കണ്ടോ? തങ്ങളൊന്ന് പാലൊന്ന് ചുരത്തിയപ്പോഴേക്ക് പിന്നെ ആ കുടുംബത്തിന് മുഴുവനും സമൃദ്ധിയാണ്. തങ്ങളൊരു വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടുകാർക്ക് മുഴുവനും സമൃദ്ധിയാണ്. തങ്ങളെ പിന്നാലെ ഒരു ഖാദിമായിട്ടൊരു ഖാദിമു ചേർന്നാൽ ജീവിതാവസാനം വരെ അഭിവൃദ്ധിയാണ്. 10 വർഷം ഖിദ്മത്തെടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്, അമ്മായിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഇടക്കിടക്ക് കടന്നു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോ കുറച്ചു നേരം ഒന്നിരുന്നാൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാം.
മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ തങ്ങൾ അവിടെ വിശ്രമിച്ചു. ഭക്ഷണം കൊണ്ടുവന്നു, ഭക്ഷണം കഴിച്ചു. ഇനി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷങ്ങൾ പറഞ്ഞ് ഇറങ്ങുമ്പോ തങ്ങളുടെ വാതിലിന്റെ അടുത്തേക്ക് വന്നിട്ട് മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് സ്വഹീഹിൽ രേഖപ്പെടുത്തി, ഇന്നലീ ഹുവൈസാ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു ചെറിയ പ്രത്യേകതയുണ്ട്. ഈ മദീനയിൽ പല സ്ത്രീകൾക്കും കിട്ടാത്ത പ്രത്യേകത എനിക്കുണ്ട്. എന്താണ് ഉമ്മു സുലൈമേ നിങ്ങൾക്കുള്ള പ്രത്യേകത? മറ്റൊന്നുമല്ല, എന്റെ മകനാണല്ലോ അവിടുത്തെ ഖാദിമ്, അതെന്റെ ഒരു പ്രത്യേകതയാണ്. എന്റെ മകന് വേണ്ടി തങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വഅദ്ഖിൽഹുൽ ജന്ന. 10 കൊല്ലം ഖിദ്മത്തെടുത്ത ഖാദിമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് തങ്ങൾ കൊടുക്കുന്ന ബറക്കത്ത് ആഖിറത്തിലേക്ക് മാത്രമാണോ? അല്ല, മുത്തുനബി തങ്ങളെ സ്നേഹിച്ചോളൂ, അല്ലാഹ് ദുനിയാവും തരും ആഖിറവും തരും, ദുനിയാവും തരും ആഖിറവും തരും എന്നതിന് ദശക്കണക്കിന് തെളിവുകളുണ്ട്, ആയിരക്കണക്കിന് തെളിവുകളുണ്ട്. ഏറ്റവും വലിയൊരു തെളിവാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. 10 വർഷം ഖിദ്മത്തെടുത്തപ്പോ അവിടുത്തെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അക്സിർ മാലഹു, ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി സമ്പത്ത് അധികം കൊടുക്കണേ അല്ലാ, സന്താനങ്ങളെയും അധികം കൊടുക്കണേ അല്ലാ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയില്ലേ, മറ്റു പല മഹാന്മാരും രേഖപ്പെടുത്തിയില്ലേ, സ്വന്തം മുതുകിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു 100-ലധികം മക്കളെ അല്ലാഹു നൽകിയിട്ടുണ്ട്. 4 മക്കളെ പോറ്റാൻ പ്രയാസപ്പെടുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, മുത്തുനബി തങ്ങളിലേക്ക് മടങ്ങൂ, അല്ലാഹു സമൃദ്ധി തരും. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കൂ, അല്ലാഹു അഭിവൃദ്ധി തരും. ഹലാലായ ഐശ്വര്യം അല്ലാഹു തുറന്നു തരും. മുത്തുനബി തങ്ങളെ സുന്നത്തിന്റെ ഖാദിമീങ്ങളാകൂ, അല്ലാഹു തരുന്ന ബറക്കത്തിന് കയ്യും കണക്കുമില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കാരക്കത്തോട്ടം നൽകി. സ്വഹാബത്ത് മുഴുവനും പറഞ്ഞില്ലേ, ആ ദുആഇന്റെ വലിയ ബറക്കത്താണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ എപ്പോഴും കാരക്കയാണ്, ഈത്തപ്പഴമാണ്. സാധാരണ ഇന്ന് സൗദിയിൽ പോയാൽ നമുക്കറിയാം അതിനൊരു സീസൺ ഉണ്ട്. ചൂടുകാലം വന്നാൽ കാരക്കങ്ങനെ വന്ന് നല്ലോണം ചൂട് വരുമ്പോ കാരക്കങ്ങനെ പഴുത്ത് പാകമായി പറിക്കും. പക്ഷേ തണുപ്പ് കാലത്തും ആ തോട്ടത്തിലെ ഈത്തപ്പഴമുണ്ട്, കാരക്കയുണ്ട്. അല്ലാഹുമ്മ അക്സിർ മാലഹു, സമ്പത്ത് അധികം കൊടുക്കുക അല്ലാ. അനസ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറയാറുണ്ട്, നബി തങ്ങൾ എനിക്ക് വേണ്ടി ചോദിച്ചത് 3 എണ്ണമാണ്, 2 എണ്ണം എനിക്ക് കിട്ടി, 3-മത്തതും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3-മത്തത് വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗപ്രവേശനമാണ്. ഖിദ്മത്തെടുക്കുമ്പോൾ ഒരിക്കൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വഫാത്തായി പോയാൽ വലിയ സങ്കടമാണ്, ആഖിറത്തിൽ വന്നിട്ട് ഞാൻ തങ്ങളെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? മോനെ അനസേ, കുട്ടിക്കാലത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാണ്, എന്നെ നീ ആദ്യമായി അന്വേഷിക്കേണ്ടത് ഹൗലിന്റെ സവിധത്തിലാണ്. അവിടെ കണ്ടില്ലെങ്കിലോ നബിയേ, മീസാനിന്റെ അടുക്കലേക്ക് വന്നാൽ അവിടെ കാണാം. അവിടെയും നോക്കിയിട്ട് കണ്ടില്ലെങ്കിലോ സിറാത്തിന്റെ ഭാഗത്ത് കാണാം. എവിടെയെങ്കിലും എന്നെ കാണാതിരിക്കൂല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉറപ്പ് നൽകിയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മയും കാത്തിരിക്കുന്നുണ്ട്. വാന ഫറത്തുക്കും ഇൻദൽ ഹൗൽ, ഹൗലിന്റെ സമീപത്ത് നിങ്ങളെ ഞാൻ കാത്തിരിക്കുമെന്ന് നമ്മളെ കാണാനേറെ ആഗ്രഹിച്ച, നമ്മളെ കാണാനേറെ കൊതിച്ച, നമുക്കൊക്കെ വേണ്ടി സമ്മാനം സൂക്ഷിച്ചു വെച്ച, നമ്മുടെ ബാപ്പ നമ്മളെ സ്നേഹിച്ചതുപോലെയല്ല, ഉമ്മ സ്നേഹിച്ചതുപോലെയല്ല, കുടുംബങ്ങൾ സ്നേഹിച്ചതുപോലെയല്ല, ശിഷ്യന്മാര് സ്നേഹിച്ചതുപോലെയല്ല, ഗുരുനാഥന്മാര് സ്നേഹിച്ചതുപോലെയല്ല, ലോകത്തൊരാളും തരാത്ത സ്നേഹമാണ് നമുക്ക് നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.